എന്റെ പൊന്നു സഹോദരി, ഇത് ഇങ്ങനെയൊന്നും അല്ല അറിയേണ്ടത്. ചെറുതായിട്ട് അരിയണം, ചെറുതായി. നീ വലിയ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ ആയിരിക്കും പഠിച്ചേ, പക്ഷെ എന്നെ പഠിപ്പിക്കാൻ വരണ്ടാട്ടാ. മനുഷ്യന്മാർക്ക് തിന്നായോണ്ടാ ഞാൻ പറഞ്ഞത്. നീ തിന്നണ്ട. ആ തിന്നുന്നില്ല. വേണ്ട. എന്തോന്നത് കാണിച്ചു വെച്ചേക്കുന്നത്? ദൈവമേ, ആ ക്യാരറ്റും കൂടി നശിപ്പിക്കെങ്കിൽ തന്നെ. നന്നായിട്ട് നീ അറിയുന്നുണ്ടമ്മേ. ഇങ്ങനെ അരിഞ്ഞാ മതിയോ കൃഷ്ണ? അത് മതി, അത് മതി. ഇത്ര വലിപ്പം മതിയില്ലേ? ഇത്ര മതി മതി. നമുക്കിത് എന്തുണ്ടാക്കാം? കേക്ക് ഉണ്ടാക്കാല്ലേ? ക്യാരറ്റ് കേക്ക്, ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാം, ക്യാരറ്റ് പുഡിംഗ്. പിന്നല്ല വേണ തന്നെ മര്യാദക്ക് ഒന്ന് ചേച്ചി കളിക്കരുത് വെറുതെ. കൊത്തിരിക്കട്ടോ തന്നെ. എന്റെ പയറെടുത്ത് ഞാൻ കാട്ടിക്കളയും ഞാൻ. ഇതാണ് അമ്മേനെ സഹായിക്കാൻ കൊള്ളില്ല എന്ന് പറയണേ. അവിടെ പതുക്കെ വെക്കട ചെറുക്കാൻ, വേദനിപ്പിക്കല്ലേ. അമ്മേ, ഓ സത്യത്തിലേ ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാ. എന്തോ കാര്യോടാ? അമ്മയ്ക്കറിയാലോ, എനിക്ക് ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഓ, നിനക്ക് എന്നാടാ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടില്ലാത്ത? എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ മറ്റൊരു തലേക്കിലോട്ട് കയറണം കേട്ടോ. അമ്മ കേക്ക് പറടാ. അമ്മയ്ക്ക് കുറച്ച് പൈസ തന്നെ സഹായിക്കാൻ പറ്റുമോ? എടാ, ഞാൻ എവിടുന്നാടാ പൈസ തരുന്നു? അതെ, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ മകനാ. എല്ലാ മാസവും അദ്ദേഹത്തിന്റെ ഫാമിലി പെൻഷൻ അമ്മയ്ക്ക് കിട്ടുന്ന കാര്യം എനിക്കറിയാം. ഞാൻ ഇന്ന് വരെ ചോദിക്കാൻ വന്നിട്ടില്ലല്ലോ. നീ കണക്ക് പറയാൻ തുടങ്ങിയല്ലേ? കണക്ക് പറഞ്ഞാലേ, ഒരു സത്യം പറഞ്ഞാലേ. എടാ ഇറക്കാ, സർക്കാർ എനിക്ക് തരുന്ന പൈസയാ, അത് എനിക്ക് ജീവിക്കാനാ, അല്ല നിങ്ങൾക്ക് തരാനുള്ളതല്ല. ഓ, തരണ്ട, എല്ലാം കൂടെ ഒറ്റയ്ക്ക് പുഴുങ്ങി തിന്നു. ആ തിന്നും. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ആ, പുഷ്പയെടുക്ക ചോദിക്കാം, അവളുടെ വായിരിക്കുന്ന മുഴുവൻ വാങ്ങിച്ചു പിടിക്കുന്നു. ഓ വേണ്ടടാ, ഞാൻ തന്നേക്കാം. ഉറപ്പ്? ഉറപ്പാടാ. ആ പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്കത് തിരിച്ചു തരണം. ഞാൻ തിരിച്ചു തരുമെന്നേ, അവളെ പോലെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കാതെ. ഉറപ്പാണേ? ഉറപ്പാ അമ്മേ. എന്നാ ഞാൻ തരാം. എന്തിനാ എനിക്ക് പൈസ? അതെ, ഒരു ബൈക്ക് വിൽക്കാൻ വെച്ചിരിക്കും. അത് നമ്മൾ വാങ്ങിച്ച് മറിച്ച് വിറ്റ് കഴിഞ്ഞാൽ ഇരട്ടി ലാഭം കിട്ടും. അമ്മയുടെ പൈസ അമ്മയ്ക്കും തരാം, ബാക്കി കുറച്ച് പൈസ എന്റെ പോക്കറ്റിലിരിക്കും. എപ്പടി? സത്യം പറയടാ, എന്തിനാടാ നിനക്ക് പൈസ? ഓ, മിടുക്കത്തി, അങ്ങ് പിടിച്ചു കളഞ്ഞു കേട്ടോ. സത്യം പറയട്ടെ, പിണങ്ങരുത്. ഇല്ല. നമ്മുടെ വേണുക്കുട്ടൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. അപ്പുറത്തെ രാമുവിന്റെ പറമ്പിൽ ഒരു ഗടാഗടിയൻ തേക്ക് നിൽപ്പുണ്ടെന്ന്. ഞാൻ പോയി നോക്കി, ഒരു മുട്ടൻ തേക്കെന്ന് എത്തിപ്പിടിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല, അത്രയ്ക്ക് വലുത്. എടാ, അതൊന്നും വെട്ടി വിറ്റ് നിന്റെ ഫിനാൻസ് ഒക്കെ തീർക്കാൻ പോലെടാ. പറയട്ടെ, കേറി വെടിവേ. നീ പറയണ. ഞാൻ എന്ത് ചെയ്തു, അപ്പുറത്തെ ഹുസൈനിക്കെടുക്കെ പോയിട്ട് കുറച്ച് പൈസ കടം മേടിച്ചു, പലിശയ്ക്ക് മേടിച്ച് ഈ തേക്കിന് ഞാൻ കൊടുത്തു. അത് വാങ്ങിച്ചു. അത് വാങ്ങിച്ചിട്ട് അതങ്ങോട്ട് വെട്ടി. എന്താ അവസ്ഥ? എന്താ അവസ്ഥ? അമ്മയുടെ മരുമോളെ പോലെ തന്നെ. പുറമേ കാണാൻ നല്ല ഭംഗിയാ, അകം മുഴുവൻ പൊള്ളയാ. ഇടിവിട്ടിലായിട്ട് പൊള്ളയായി പോയെന്നേ മൊത്തത്തിൽ. പൊള്ളയാണോ? പൊള്ള, നല്ല കഥ. ഒക്കെ പൊള്ളയാ. ഇതെന്താ അമ്മേ ഇത്? എന്തെങ്കിലും നമുക്കുണ്ടായ ഒരു നഷ്ടത്തെ പറ്റി പറയുമ്പോൾ അട്ടഹസിച്ച് ചിരിക്കുക. ഓ, മരുമോളെ കുറ്റം പറഞ്ഞതുകൊണ്ടായിരിക്കും അല്ലേ? എൻ്റെ അമ്മ ആ പൈസ മുഴുവൻ പോയി. ഇപ്പൊ ഉദയനിക്ക് പൈസ തിരിച്ചു കൊടുക്കും. അതിനാണ് ഞാൻ അമ്മയുടെ പൈസ ചോദിച്ചത്. സാരില്ല, ഞാൻ തരാം. ഉറപ്പാന്നോ? ഉറപ്പാണ്. തകർക്കണം നമുക്ക്. പിന്നില്ല, ഇത് കഴിഞ്ഞ് അടുത്ത മാസത്തെ ടൂറും മറക്കണ്ട. സത്യാണെ കൊണ്ടുപോവേ? ഉറപ്പല്ലേ? അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ടൂറെന്ന്. ആണോ? എന്റെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ആയി കഴിയുമ്പോ എന്നോട് പറയും തള്ള അവിടെ ഇരുന്നു പൈസ ആയിരിക്കുന്നു. പറയരുത്. അമ്മേ, തള്ള എന്നുള്ള വാക്ക് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അമ്മ അത് പറയരുത്. എനിക്ക് അമ്മയോട് ബഹുമാനമൊക്കെ ഉണ്ട്. ഈ ടൂറ് തന്നെ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തിനാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിള്ളേരും അമ്മയും പുഷ്പയുമായിട്ട് ഒന്ന് ജെല്ലാതാൻ വേണ്ടി, നമ്മളെ സമാധാനം ഉണ്ടാക്കാൻ. ഞാനന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. പൈസ എടുത്തു വെച്ചു. 25,000 രൂപ. ഓക്കെ? 25? 25,000 രൂപ മറക്കണം. പുഷ്പേ, നമ്മുടെ കുഞ്ഞുങ്ങൾ പണിയെടുക്കുന്ന കണ്ടോ?
ഹാപ്പി ആയില്ലേ? എത്ര ദിവസത്തേക്ക്? എന്തുവാടി, അവർക്ക് നന്നാവണം തോന്നി അവര് നന്നായി, നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്. എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ സൂപ്പറാട്ടാ. ഏത് വകയില്? അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞങ്ങള് നന്നായേ. ആ പിന്നല്ലാതെ. എടി, പിള്ളേർക്ക് നന്നാവണം തോന്നി അവര് നന്നായി, നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്. അതെ അതെ. എന്തോന്ന് അതെ അതെ? ആ ഏ ഏ ഏ ഏ ഏ ആ. അമ്മ ഞാൻ ഒരു കാര്യം പറയട്ടെ. പറ. ഇന്ന് മുതല് അമ്മ അടുക്കളയിൽ ഒരു കാര്യം ചെയ്യണ്ട. അടുക്കളയിൽ പാചകമൊക്കെ ഞങ്ങൾ ചെയ്തോളാം. അതെ, ചേച്ചിക്ക് പാചകം വല്ലതും അറിയൂ? നിനക്കറിയാലോ, നീ വലിയ ഹോട്ടൽ മാനേജ്മെന്റ് ഏരിയല്ലേ. ഞാൻ ഈ കഞ്ഞിയും കറി ചമ്മന്തി ഒന്നും ഉണ്ടാക്കാനല്ല പഠിച്ചത്. ഞാൻ നല്ല കോണ്ടിനെന്റൽ തായ് ചൈനീസ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഡിഷസ് ഉണ്ടാക്കാൻ പഠിച്ചത്. മോള് കോണ്ടിനെന്റൽ തായ് ചൈനീസ് ഡിഷസ് ഒക്കെ ഉണ്ടായിക്കോളൂ, അച്ഛന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. ആ അന്ന് ശരിയാവൂല അച്ഛ. അച്ഛമ്മയ്ക്ക് വയസ്സായതല്ലേ, അച്ഛമ്മയ്ക്ക് ഇങ്ങനത്തെ ഡിഷസ് ഒന്നും ഇഷ്ടപ്പെടത്തില്ല. അച്ഛമ്മക്ക് മാത്രമല്ല, ഇവിടെ ആർക്കും ഇഷ്ടമല്ല. നിന്റെ പരീക്ഷണം നമ്മൾ കുറെ സഹിച്ചതാ. അമ്മ പുച്ഛിച്ചോ? അമ്മന്റെ സ്കില്ലിനെയാണ് പുച്ഛിക്കുന്നതെന്ന് മറക്കരുത്. എന്നാ പിന്നെ നിനക്ക് ജോലിക്ക് പോയാലെന്താ? അയ്യോ അമ്മ അങ്ങനെ പറയല്ലേ. കിച്ചണിലെ പുക കൊണ്ട് അവളുടെ സ്കിൻ ടോൺ മാറിപ്പോവും. അല്ല, നേരത്തെ എന്തോ പറഞ്ഞത്? എന്റെ സ്കിൻ ടോൺ മാറിപ്പോന്നല്ലേ? ഈ പറയുന്ന ചേച്ചിക്ക് ചായ ഉണ്ടാക്കാൻ നിങ്ങൾ അറിയാവോ? UK പോയി കുറെ കഷ്ടപ്പെടും. സാരില്ല, ഞാൻ കഫേ പോയി കുടിച്ചോളാം. അതേ പറ്റത്തുള്ളൂ. അത് പറ്റിയാ മതി. ഇനി സംസാരിച്ച് വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട. അതെ, വഴക്കുണ്ടായി കഴിഞ്ഞാ എന്നാ അത് ഒന്നുമില്ല. പിന്നെന്താ ഇങ്ങനെയെല്ലാം കാണിച്ചേ? ആ, എന്തോ നാടേ ഇത്. ഇഷ്ടം. ഇന്നെങ്ങാനും പൊളിച്ച് തീരുവാ? കഴിഞ്ഞ് വേ നോക്ക്. അമ്മ എന്നിട്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ചിക്കനോ മട്ടനോ എന്തെങ്കിലും ഉണ്ടാക്കാം. എല്ലാം പൊളിച്ചിട്ട് വാ. മോഹം പൊറപ്പിച്ചിരിക്കുകയാണല്ലോ. അതെ, എന്താ? കഴിഞ്ഞത് കഴിഞ്ഞു, നമ്മൾ അടിച്ചു പൊളിക്കുന്നു. ആ എല്ലാം മേടിച്ചു തരാം. ലിപ്സ്റ്റിക്ക്. ആ ഓക്കെ. ഓ, അതൊന്നും അത്ര കാര്യമാക്കാനൊന്നുമില്ലടി കുഞ്ഞെ. ആ എടി, നീ ഒന്ന് നോക്കിയേ. ഞാനും എൻ്റെ മരുമോളും എത്ര സ്നേഹത്തിലാണ് ഇവിടെ കഴിയുന്നത്. ആ എൻ്റെ കുഞ്ഞുമൊക്കെ ആയിട്ട് എത്ര സ്നേഹത്തിലാ. അതുപോലെ ആകാൻ നോക്കണം. ആ PSC കാരൻ എവിടെ പോയി? അവനെങ്ങും കാണാനില്ലല്ലോ. അപ്പം വല്ല ബസ് സ്റ്റോപ്പിലും വായി നോക്കിക്കണ്ടാവും. അങ്ങനെ പറഞ്ഞ പുഷ്പയോ? അവളങ്ങനൊന്നും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അടിയാവോ? ചന്താവെന്ന് എനിക്ക് തോന്നണേ. ഇല്ല ഇല്ല ഇല്ല, ഒരു കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം കേട്ടോ. ഇതിലും പേര് നമ്മളാടി. എന്തൊരു ചന്തയാണ് കച്ചറകള്. നീ ഫോൺ വെച്ചേ, നീ ഫോൺ വെക്ക്. സ്വന്തം അമ്മേനെ കുറിച്ച് പറയണേന്ന് ഓർമ്മ വേണം. ഓ പിന്നെ അമ്മ നമ്മൾ എന്തൊക്കെ പറയാറുണ്ട്. അതേപോലെയാണ് ഇത്. അവളെ ഇന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്ന് ആഹാ, അങ്ങനെ കൊള്ളില്ലല്ലോ. അച്ഛൻ പോയി. പുഷ്പേ, പൈസയുടെ കാര്യം എന്തായി? ഏത് പൈസ? ഏത് പൈസന്ന്? നീ തരാന്ന് പറഞ്ഞ പൈസ ഞാൻ എപ്പോഴാ പൈസ തരാന്ന് പറഞ്ഞ? കുഞ്ഞെ കേട്ടോടി, ഞാൻ വാക്ക് കൊടുത്തോർക്കിനി എന്ത് മറുപടി പറയും? ദൈവമേ, വാക്കിന് അവസ്ഥയില്ലാത്ത സാധനങ്ങളാ. നീ നിന്റെ കുടുംബത്തിനും ഒരു മര്യാദയില്ലടി. എന്റെ കുടുംബക്കാരെ പറയാൻ നിൽക്കല്ലേ. നിന്റെ കുടുംബത്തെ പറഞ്ഞ എന്ത് ചെയ്യൂടി? ആദ്യം വാക്ക് പാലിക്കാൻ പഠിക്കും. ഇനി അത് പഠിക്കാൻ ഞാൻ വേറെ ക്ലാസ്സിന് പോവാ. ആ ബെസ്റ്റ്. ഞങ്ങളെ നന്നാക്കാൻ വന്നവരിപ്പൊ തമ്മിത്തല്ലായ. ആ പോട്ടെ അച്ഛാ, വിട്ട് കാണാൻ. എന്റെ ഗതികേടാ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് വാക്ക് ഞാൻ പലർക്കും വാക്ക് കൊടുത്തതാ, എന്നിട്ടാണ് ഇവിടെ ഇപ്പൊ തെറ്റിക്കുന്നത്. ഇത്ര നാണക്കേടെന്ന് ആലോചിച്ച് നോക്ക്. ഇവളുടെയൊക്കെ മുമ്പിൽ ഒന്ന് കൈ നീട്ടി നിൽക്കേണ്ടി വന്നില്ല. എന്റെ ഗതികേടാ, എന്താ പറയാനാ. ദേ അമ്മേ, അച്ഛന് നല്ല വിഷമായിട്ട് കണ്ടപ്പോയേ അമ്മ പോയി സമ്മാനിപ്പിച്ചേ. ഫുള്ള് കള്ളത്തരായിരിക്കൂടി.
എന്നാലും പോയി നോക്കാം. അതായിരിക്കും നല്ലത്. ഒറ്റ ചവിട്ട് വെച്ചെന്നാലുണ്ടല്ലോ ഇങ്ങോട്ട് മാറിക്കടി. ഞാൻ വേണമെങ്കിൽ കുടുംബശ്രീയിലൊന്ന് ചോദിച്ചു നോക്കട്ടെ. കിട്ടൂ? കിട്ടുമായിരിക്കും. എന്നാ ചോദിക്ക്, അവിടെ നിന്ന് കിട്ടുമെങ്കിൽ നമുക്ക് മേടിക്കല്ല. കറക്റ്റ് അടക്കണം. ഇത് എന്തുവാണ് ഈ പറയുന്നത്? നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ ഇന്ന് വരെ ആരോടെങ്കിലും പൈസ മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാതിരുന്നിട്ടുണ്ടോ? തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അനക്കാ നാണക്കേട്. ഇത് നിനക്ക് നാണക്കേട് ഉണ്ടാക്കുകയല്ലെന്ന് ഞാൻ കൃത്യമായിട്ട് തിരിച്ചു തന്നോളാം. എന്നാ പിന്നെ വാങ്ങിച്ചരാം. നിങ്ങൾ അമ്മേനോട് ചോദിച്ചു നോക്കിയാലോ? എൻ്റെ അമ്മയോട് ചോദിക്കാൻ നിന്റെ റെക്കമെൻഡേഷൻ വേണം. ഇനി നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ, നമ്മൾ തമ്മിലുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. നിനക്ക് തരാൻ പറ്റുമെങ്കിൽ ഇല്ലെങ്കിൽ വേണ്ട. എൻ്റെ അമ്മയോട് ചോദിക്കാനൊക്കെ എനിക്കറിയാം. അമ്മ തന്നെയാ ഭേദം. സ്നേഹം വേറെ, പൈസ വേറെ. അതേടി, നിനക്കൊക്കെ സ്നേഹവും പൈസയൊക്കെ വേറെ തന്നെയാ. ഒരു തരി സ്നേഹമില്ല നിനക്കൊന്നും. എൻ്റെ പൈസയുണ്ട്, എന്നോട് സ്നേഹമുണ്ട്. എത്ര തങ്കപ്പെട്ടതാടി എൻ്റെ അമ്മ. നിങ്ങളെ അമ്മയല്ലേ നിങ്ങൾക്ക് എനിക്കെല്ലാം ചെയ്തിരുന്നേ. അതെ, എൻ്റെ അമ്മ എന്നെ ഈ പരുവത്തിലാക്കി നിന്റെ ഭർത്താവാക്കി കൊണ്ട് നിർത്തി തന്നില്ലേ? ഭർത്താവാക്കി തന്നതല്ലേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത്. ഓ, നീ ഇവിടെ മലമറിക്കുകയാണല്ലോ. നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ താ. എടി പുഷ്പേ, ദാ വരുന്ന അടുത്തത്. എടി പുഷ്പേ, എന്താ അമ്മ? നിന്നിട്ട് പുന്നാര ഭാര്യയോടി ഒന്ന് ചോദിക്കടാ. എന്നാടി? എനിക്കറിയില്ല. എനിക്കെങ്ങനെ അറിയാനാ? നീ ആ മിനിയോട് എന്താടി പറഞ്ഞത്? കുടുംബശ്രീയിലെ കാര്യം. കുടുംബശ്രീയിലെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ആ, എടി, എന്റെ മുടി നരച്ചാണെന്നും നീയാ ഡൈ ചെയ്ത് തരുന്നതെന്നും എന്റെ ഒരു മുടി നരച്ചാ നിന്നെ ഞാൻ വഴക്ക് പറയുന്നു നീ പറഞ്ഞു കൊടുത്തില്ലടി? പുഷ്പ അങ്ങനൊന്നും പറയത്തില്ല അമ്മ. അയ്യോ, നീ ഒരു മണഗുണാഞ്ചൻ. അല്ല അതുള്ളതല്ല അമ്മേ. അപ്പൊ നീ സത്യം മാത്രമേ പറയത്തുള്ളൂ അല്ലേ? ഞാൻ സത്യം മാത്രമേ പറയത്തുള്ളൂ. ഓ, ഒരു സത്യവതി കിടക്കുന്നു. അല്ലേലും നീ നിന്റെ കുടുംബക്കാര് മൊത്തം ഇങ്ങനെ. ദേ അമ്മേ, എന്റെ കുടുംബക്കാരെ പറയാൻ നിൽക്കല്ലേ. ആ, ഞാൻ പറയും. അമ്മ പോടേക്കാം. അയ്യോമേ, ഇനി ഞാൻ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? പുഷ്പേ, ഞാൻ പൈസ തരത്തില്ല. പുഷ്പേ, പുഷ്പ, അമ്മേ. നീ പോടാ. നീ നിന്റെ ഭാര്യ ആദ്യം നിൽക്കി വെക്ക്, എന്നിട്ട് വാ പൈസക്ക്. വയസ്സായി കഴിഞ്ഞാൽ മുടിയെല്ലാം നരക്കും. ആ, മുടി നരക്കോടി. അതിനെന്നാ നീ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു നടക്കുമല്ലേ എന്റെ മുടി നരച്ച കാര്യം? ഇനിയും പറയും. ഓ, പറ അങ്ങോട്ട് ചെന്നു. നീ അങ്ങോട്ട് പറ. ഞാൻ ഇനിയും പറയും, ഇനിയും പറയും, ഇനിയും പറയും. നിങ്ങൾ പോയി കേസ് കൊടുക്ക. കേസ് കൊടുക്കൂടി, ഞാൻ കൊടുക്കും. പറയാനുണ്ടോ? പോലീസ് സ്റ്റേഷനിൽ ഈ കേസല്ലേ എടുക്കാൻ പോകുന്നത്, മുടി നരച്ച കേസ്. ആ, എടുക്കും. നീ കണ്ടോ? ബക്കറ്റും വെള്ളം കോരി അങ്ങ് ഒഴിച്ചാൽ മൊത്തം അങ്ങ് ഒഴുകി പോകുന്നുണ്ടാവും. നീ ഒന്ന് ഒഴിക്കാൻ ഇങ്ങോട്ട് വാ. നീ ഇങ്ങോട്ട് ഒഴിക്കാൻ. എന്റെ കൈ മാങ്ങാ പറിക്കാൻ പോവല്ലേ അങ്ങോട്ട്? ഒരു ദിവസം ഞാൻ ഒഴിക്കുന്നുണ്ട്. ഓ, ഒഴിക്കും, നീ ഒഴിക്കും. ഇനി നിങ്ങൾ എന്നെ തലയിൽ ഡൈ അടിക്കാൻ പിടിക്കുക കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എടി ഇങ്ങോട്ട് നോക്കേ. നീ എനിക്ക് ഡൈ ഒന്നും അടിച്ചിരണ്ട. എനിക്ക് ബ്യൂട്ടി പാർലർ ഉണ്ട്. ബ്യൂട്ടി പാർലർ കേട്ടില്ലേ? ബ്യൂട്ടി പാർലർ ഉണ്ടെന്ന്. ബ്യൂട്ടി പാർലർ അല്ല, ബ്യൂട്ടി പാർലർ. കറക്റ്റ് അത് പറയാൻ പഠിക്കും. ഓ, നിനക്ക് കുറെ അറിയാലോ. ഓ, എന്റെ സൗന്ദര്യം കണ്ടിട്ട് നരന്ത് പോലെ ഇരിക്കുന്ന നിനക്ക് അസൂയല്ലേടി? ഞാൻ എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നേ നിങ്ങളെ വീട്ടിലെ പണി മുഴുവനും എടുത്തിട്ട്. ആ, പിന്നെ ചുമ്മാ ഇരുന്ന് തിന്നാൻ പറ്റുമോ? കൊള്ളാലോ അവള്. എടി, പണിയെടുക്കണം പെണ്ണുങ്ങളായ വീട്ടില്. ഞാൻ തന്നെയല്ലേ ഈ വീട്ടിലെ പണി മുഴുവനും ആ, എടുത്തത്. നീ പണിയെടുത്ത്. എടി, ഞാൻ എങ്ങോട്ട് പോകുന്നുണ്ടെന്ന് നീ ഒളിഞ്ഞു നോക്കുമല്ലേടി എപ്പോഴും? ഞാൻ എന്നാ തിന്നുന്നേ, ഞാൻ എവിടേക്കാ പോണേ, എപ്പോഴും നോക്കിക്കൊണ്ട് നടക്കല്ലേ നിന്റെ പണി? ഈ വീട്ടിലെ പണി കഴിഞ്ഞിട്ട് എനിക്ക് നിങ്ങളെ നോക്കാൻ നേരം. ഞാൻ എന്റെ ഭർത്താവിന് മക്കളെയാ നോക്കുന്നത്. നിങ്ങളെ നോക്കാം. അവനെ മക്കളെ നോക്കുന്ന ഒരു പുള്ളിക്കാരി. അയ്യോ, അല്ല നീ ജോലിക്ക് പോടി. ജോലിക്ക് പോ. ഞാൻ ജോലിക്ക് പോട്ടാ. പോടി. എന്തിനാ നോക്കിക്കുന്ന? പോയോ? നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല, നഞ്ചു വാങ്ങി. അച്ഛാ, ഞങ്ങള് മാത്രം നന്നായാ മതിയോ? അവരും നന്നാവണം. പക്ഷെ അവര് ഈ ജന്മത്ത് നന്നാവുന്നു തോന്നല്ല. നീ എവിടുന്ന് പൈസ കിട്ടുമെന്ന് ഒരു പിടിയില്ല. പാവച്ചല്ലേ. ഭയങ്കര പാവോ. ഉടായ്പന്റെ ഉസ്താദാ പോണത്. ആണോ? അയ്യോ, ഒന്നും അറിയാത്ത പോലെ. റോജാ 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 റോജാ. കുറേ കരിയിലെല്ലാം വീണിട്ടുണ്ട്. ഏത് നേരം താഴെ ഒരുക്കം തന്നെ. അമ്മ,
എത്ര ദിവസമായി ഇത് കൃഷിഭവനിൽ കൊണ്ടുവച്ചിട്ട്? നിങ്ങളെ മോനിതൊന്നും നട്ടുതരാൻ പറ്റിയാ? അവൻ നട്ടിട്ട് നീ മാങ്ങ തിന്നത് തന്നെ. എന്താ അഭിപ്രായം സ്വന്തം മോനെ കുറിച്ച്? ആ എൻ്റെ കയ്യിലായിരുന്നപ്പോഴേ അവൻ നല്ല സുന്ദരൻ ഒരു പുന്നാര മോനായിരുന്നു. നിന്റെ കയ്യിൽ എന്ന് കിട്ടിയോ അന്ന് അവന്റെ കട്ടപ്പോകത്തൊക്കെ കണ്ടു തുടങ്ങി. ഓ, അല്ലെങ്കിൽ ബ്രിട്ടീഷിന് രാജകുമാരെ കിട്ടിയാനെ നമ്മളെ മോന്. അവനൊരു രാജകുമാരിയെ തന്നെയാ കിട്ടിയിരിക്കുന്നത്. ബ്രിട്ടീഷ് അല്ല, കുന്നംകുളം. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി വന്നത് ഈ ഒറ്റൊരു തയ്യായിരുന്നു. പക്ഷെ ഇതിന് അവകാശി ഞാനും ഗീതയും മാത്രം ഉണ്ടായത്. ഏതാ പടിഞ്ഞാറല്ലേ ഗീത? ആ അമ്മ, എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു നീ എടുത്തോ ഇത്. അവക്ക് ബുദ്ധിയുണ്ട്, നിനക്ക് വല്ല ബുദ്ധി ഉണ്ടോടി? എടി അത് പേട്ട് തയ്യാ, അതല്ലേ നിന്നെ ഈ പേട് പിടിച്ചിരിക്കുന്ന നിന്റെ തന്നെ ഈ പേട്ട് തൈ തന്നു. അതൊന്നല്ല, അവള് നല്ല മനസ്സറിഞ്ഞിട്ട് തന്നെ എനിക്കിത് തന്നത്. കൊണ്ടുപോയി നട്, വളരുമ്പോ അതിൽ നിന്ന് മാങ്ങ പറിച്ച് നിന്റെ കെട്ടിയനും കൊണ്ട് കൊടുക്ക്. ഞാൻ നിങ്ങളോട് വയക്കനൊന്നുമില്ല, ഞാൻ തന്നെ സ്വയം നട്ടോളാം. എന്നാ എന്തിനു നിക്കുന്ന കൊണ്ടു നടറി. ആ എനിക്കറിയാം നടാൻ വേണ്ടിട്ട്. ലിപ്സ്റ്റിക് ഇട്. ആ ഞാൻ ഇടും, നിനക്കെന്നാ അതിന്? ഞാൻ എന്ത് ചെയ്തൊന്നും പറഞ്ഞോണ്ട് നോക്കി നിക്കുക. കൊണ്ട് നടടിയത്. ഞാനിപ്പോ നിങ്ങളോട് എന്താ പറഞ്ഞേ? ഇതൊന്നും നടാൻ സമയം കിട്ടിയില്ലല്ലോ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. എന്നോട് പറയണ്ട, നീ വേണേ കൊണ്ട് നട്ടോണം. ഇത് നടുമ്പോ നിങ്ങളെ കയ്യിലെ വളയൊന്നും ഊരിപ്പോവില്ല. എനിക്കിപ്പോ സൗകര്യമല്ലേ നടാൻ. എന്നാ പിന്നെ ഈ മുറ്റത്ത് കാട്ടല്ല അടിച്ചു വാര്. ഒന്നും ഞാൻ ചെയ്യില്ല ഈ കുടുംബത്ത്. ഇവിടൊന്നും നോക്കിയേ വയസ്സായെന്നും പറഞ്ഞോണ്ട് എപ്പോ നോക്കിയാലും എന്റെ നേരെ വരുന്ന എന്തിനാ? ഓടി എടുത്തു നോട്ടം കണ്ടില്ലേ? ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ആയിട്ടില്ല, എപ്പോഴും ഞാൻ വെച്ചിട്ടുണ്ട് മാത്രമേ പറയുള്ളൂ. ഒരു ദിവസം നല്ലോണം തരും ഞാൻ നിങ്ങൾക്ക്. തിന്നതെന്ന് വേർത്ത് നിൽക്കുന്നു. ഡയലോഗിനൊരു കുറവില്ല. ഞാൻ തിന്നതിന് വീർക്കും. നിനക്ക് ചേർന്നൊന്നുമില്ലല്ലോ. ഞാൻ തിന്നുവോ എന്തെങ്കിലും കാണിക്കും നിനക്കെത്താടീന്? ഇവിടെ പോക്കണ്ട, കൊണുങ്ങി 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 കൊണുങ്ങി. ഇനി അമ്മ പറഞ്ഞത് സത്യമായിരിക്കും. ഇതൊന്ന് അട്ടിട്ട് പോയിട്ട് കഴിയാങ്ങാനാണ്. നോക്കാം എന്തായാലും. ചേട്ടാ ഒരു ലെറ്റർ ഉണ്ട്. പെർമനന്റ് അല്ലേ? ആ കഴിഞ്ഞ ആഴ്ച. ശരി. എന്താ പറ്റിയച്ചാ? അച്ഛനെ കണ്ടാ പറ്റിയേ? എന്താ പറ്റി? വാ നോക്കുന്നു. എടി നിനക്ക് ഈ മാവിനെ പറ്റി വല്ല അറിയോ? ഇതിലെല്ലാം അമ്മ മാങ്ങ ഉണ്ടാവുന്നത് അല്ലേ? അതെ. നീ ചിരിക്കുന്ന. എടി ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ മാവുണ്ട്, പിന്നെ ഒരു പുതിയ മാവ് എന്തിനാ ഇവിടെ കൊണ്ട് നടന്നു? അമ്മക്കറിയില്ല. ആവുന്ന കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് എന്താന്നൊരു പയം ചൊല്ലില്ലേ? അങ്ങനെ തന്നെയല്ലേ? അതുകൊണ്ടാണ് ഞാനത് ചെയ്യാന്ന് വിചാരിച്ചേ. 10 തലമുറയ്ക്ക് തിന്നാനുള്ള പൂസത്തെ പ്രകാശന്റെ അച്ഛൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മോൾ അത് യഥാസമയം ഇരുന്നോണ്ട് തിന്നാ മതി കേട്ടാ. ഓവേ, ഞാൻ ചിട്ടിയും പട്ടിയെല്ലാം വെച്ചിട്ടല്ലേ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അല്ലെങ്കിൽ എല്ലാരും പട്ടിണി കിടന്ന് മരിച്ചേനെ. നിങ്ങളെപ്പോലെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത കുടുംബം അല്ല പടിക്കുടുംബം കേട്ടാ. എന്തിനാ അമ്മ എന്ത് പറയുമ്പോ അമ്മയും മോനും എന്റെ കുടുംബക്കാരെ പറഞ്ഞോണ്ടിരിക്കുന്ന? നിങ്ങളുടെ കുടുംബം അത്ര നല്ലതായോണ്ട്. അത്ര നല്ലതായതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. പ്രകാശന്റെ അച്ഛനുള്ള കാലത്തെ രാജകുമാരനെ പോലെ അവൻ ജീവിച്ചോണ്ടിരുന്നത്. ഇപ്പോഴും അതിനൊരു കുറവുമില്ല. എന്നിട്ട് വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ. ആ അത് ഞാൻ ആപത്ത് കാലത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്ന. അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം സമ്പാദിച്ചു കൂട്ടാനല്ലേ അറിയുള്ളൂ. ഇതിവിടെ നടാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ നടും. ഇതാ ഗീത തന്നതല്ലേ, അവൾ ഇതിനകത്ത് വല്ല കൂടോത്രം ചെയ്തോന്ന് ഞാൻ എങ്ങനെ അറിയും? എന്നാലും ഞാൻ നടും. നീ നടില്ല. ഞാൻ നടും നടും നടും. നിനക്കിത് നടാൻ അറിയാവോ? എന്റെ സഹായം പ്രതീക്ഷിക്കണ്ട. എനിക്ക് നിങ്ങളെ സഹായം ഒന്നും വേണ്ട. എന്റെ മോൻ സഞ്ജു നട്ടുതരും. അവൻ അഗ്രികൾച്ചർ പഠിച്ചതാ. ഇത് നശിച്ചു പോകല്ലേ. ഈ അമ്മ എന്തിനാ എന്ത് പറയും ഇങ്ങനെ ശാപവാക്കുകൾ പറയുന്നത്? എന്താ അച്ഛാ കരയണേ? ഏയ് കരയൊന്നുമില്ല, സന്തോഷാശ്രുക്കളാ. സന്തോഷാശ്രു അതെന്തോന്നാ? സന്തോഷാശ്രുക്കൾ എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് കണ്ണീന്ന് കണ്ണുനീര് വരുന്നതിനാ അങ്ങനെ പറയുന്നത്. അതിനും വേണ്ടിട്ട് എന്താണ് ഈ ലെറ്ററിലുള്ളത്? ആരാച്ചത്? ഈ ലെറ്റർ വായിച്ചപ്പോഴേ എനിക്ക് എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. എന്താ അച്ഛൻ്റെ പഴയ കാമുകിമാര് വല്ലതാണോ അയച്ചത്? ഓ, എൻ്റെ കൊച്ചേ, എൻ്റെ പഴയ കൂട്ടുകാരൻ, നിങ്ങളിപ്പോൾ പറയത്തില്ലേ ചങ്കെന്നൊക്കെ പറയുന്നത്, അതുപോലെ അന്നത്തെ എൻ്റെ ഒരു ചങ്കാരൻ, അവൻ്റെ കത്തായോ.
അതെന്താ ഇപ്പൊ ചങ്കല്ലേ? ഇപ്പോഴും ചങ്ക് തന്നെയാണ്, എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ. മധുകൂട്ടെ, ഇതൊന്ന് വായിച്ചടാ. ബഹുമാനപ്പെട്ട പ്രകാശ് അളിയൻ. ബഹുമാനപ്പെട്ടയോ? ഞാൻ രവികുമാർ PV. നീ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഒരേ കോളേജിൽ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച കാലം നീ ഓർക്കുന്നുണ്ടോ? മാൽഗോവ മരങ്ങൾ പൂത്തു നിൽക്കുന്ന കാലം, അസ്തമന സൂര്യനെ നോക്കി നമ്മൾ നിന്നു. അച്ഛാ അത് കാണാതെ പഠിച്ചോ? ഞങ്ങൾ ഒരുപാട് ദിവസങ്ങളിൽ അസ്തമന സൂര്യനെ നോക്കി മാൽഗോവ മരത്തിന്റെ ചോട്ടിൽ നിന്ന് ഓർത്തുപോയി. അച്ഛാ സത്യം പറയട്ടെ, പ്രേമലേഖനം പോലെ ഇല്ല. നിന്റെ ചോറും പാത്രമായിരുന്നു എന്റെ വയറ് നിറച്ചിരുന്നത്. അതെന്താ പുള്ളി ചോറ് മാത്രമല്ല എന്റെ പാത്രം കൂടി വിഴുങ്ങി? മോള് വായിച്ചേ. ഇനിയും എത്ര വിശേഷങ്ങൾ നിന്നോട് പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ